ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, കൺസൾട്ടൻറ്റ് മെഡിക്കെയർ ഹോമിയോപ്പതി വാണിയമ്പലം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണ കുട്ടികൾ അഥവാ വലിയ മുതിർന്ന സ്ത്രീകളാണെങ്കിലും ക്ലിനിക്കിൽ വന്നിട്ട് പറയാറുണ്ട്, പിന്നെ അതിശക്തമായ വയറുവേദന പീരീഡ് അനുബന്ധിച്ചായിരിക്കും. ഈ വയറുവേദന എന്ന് പറഞ്ഞാൽ അവർക്കിത് സഹിക്കാൻ പറ്റാത്ത ഒരു ലെവലിലായിരിക്കും. പക്ഷെ മറ്റുള്ളവരോട് പറഞ്ഞാൽ ഇത് ആരും മനസ്സിലാക്കില്ല. എല്ലാവരും പറയും, അതെല്ലാവർക്കും ഉള്ളതല്ലേ, അതിപ്പോൾ നിനക്ക് മാത്രം എന്താ ഇത്ര കൂടുതൽ, അങ്ങനെ പറഞ്ഞത് തള്ളിക്കളയാറാണ് സാധാരണ പതിവ്. അപ്പോൾ ഇവരിത് എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പീരീഡ് പെയിൻ എന്താണ്? ഈ പീരീഡ് പെയിൻ എന്ന് നമുക്ക് നോക്കാം. സാധാരണ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ആർത്തവ ചക്രം കറക്റ്റായിട്ട് വരികയാണെങ്കിൽ മാസത്തിൽ ഒരു തവണ അണ്ടോൽപാദനം ഉണ്ടാവും. ഈ അണ്ടം നോർമലായിട്ട് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം ഗർഭധാരണം നടന്നിട്ടില്ലെങ്കിൽ ബോഡി സ്വാഭാവികമായിട്ട് ഈ ഓവത്തിനെ പുറന്തള്ളും. അതാണ് ഈ മെൻസസ് എന്ന പ്രക്രിയ. ഈ ഓവത്തിനെ പുറന്തള്ളാനായിട്ട് യൂട്രസിൽ നിന്ന് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ എൻസൈം ഉണ്ടാകുമ്പോൾ ഈ യൂട്രസ് കൺട്രാക്ട് ചെയ്യും, അഥവാ ഇതിങ്ങനെ ചുരുങ്ങും. ഈ സമയത്ത് ആണ് ഈ ഓവം പുറന്തള്ളുന്നത്. ഇതാണ് നമുക്ക് പെയിൻ്റെ ഒരു കാരണം. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ അമിതമായ പ്രൊഡക്ഷനാണ് പെയിൻ്റെ കാരണം. സാധാരണ സ്ത്രീകളിൽ ഇത് സഹിക്കാവുന്ന ചെറിയ പെയിനായിട്ട് ഉണ്ടാവാം. അതുപോലെ ഇത് അമിതമായ വേദനയായിട്ടും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന, ഒരാഴ്ച മുമ്പേ തുടങ്ങി ഒരാഴ്ച പീരീഡ് കഴിഞ്ഞിട്ടും നീണ്ടു നിൽക്കുന്ന വേദനയായിട്ട് കാണാറുണ്ട്. ഇനി ഈ വയറുവേദന ഉണ്ടാവാനുള്ള മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സാധാരണ കോപ്പർ-ടി ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ ഈ വയറുവേദന കോമൺ ആയിട്ട് ഉണ്ടാവുന്നതായിട്ട് കോപ്പർ-ടി അതുപോലെയുള്ള ഹോർമോണൽ പിൽസ്, ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നവരിലും ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടായി ഈ വയറുവേദന കൂടുതലായിട്ട് കാണാറുണ്ട്. രണ്ടാമതായി എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകളിൽ ഈ എൻഡോമെട്രിയോസിസ് കേസിൽ അതികഠിനമായ വേദനയാവും ഉണ്ടാവുക. ഇവിടെ നമുക്ക് പലപ്പോഴും വേദന കാരണം ബോധം കെട്ട് വീഴുന്ന അവസ്ഥ വരെ വരാറുണ്ട്. അവിടെ അസോസിയേറ്റഡ് ആയിട്ട് ഛർദിയും മറ്റും വരാം. അപ്പം ഇത്ര അതികഠിനമായ വേദനയാണെങ്കിൽ നമ്മൾ അത് സമയത്ത് അത് സ്കാൻ ചെയ്ത് പരിശോധിച്ച് എൻഡോമെട്രിയോസിസ് ആണോ എന്ന് ഉറപ്പുവരുത്തി അതിനുള്ള ചികിത്സ തേടേണ്ടതാണ്. ഇനി മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ ഫൈബ്രോയിഡും ഈ വേദനയ്ക്ക് ഒരു കാരണമാവാറുണ്ട്. ചെറിയ ഫൈബ്രോയിഡ്സ് ഒന്നും പെയിൻ ഉണ്ടാക്കാറില്ല. ഫൈബ്രോയിഡ് വലുതാവുന്നതിനനുസരിച്ച് വലിയ ഫൈബ്രോയിഡ് ആവുമ്പോൾ ഇത് പെയിൻ ഉണ്ടാക്കുന്നതായിട്ട് ഈ സ്ട്രെസ് റിലേറ്റഡ് സിംറ്റംസ് ഒക്കെ വരുമ്പോൾ അവിടെ പെയിൻ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. അവിടെ കാണുന്ന മറ്റ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഫൈബ്രോയിഡിൽ വരുന്ന സിംറ്റംസ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോവുക, ഈ സ്ട്രെസ് കാരണം ഫൈബ്രോയിഡിൻ്റെ സൈസ് കൊണ്ടുണ്ടാവുന്ന ബ്ലാഡറിൽ ഉണ്ടാവുന്ന സ്ട്രെസ് കാരണം നമുക്ക് ആ സിംറ്റംസും കൂടി ഇതിനൊപ്പം അസോസിയേറ്റ് ചെയ്ത് വരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡോക്ടറെ കണ്ടെത്തി സ്കാൻ ചെയ്താൽ നമുക്കത് കണ്ടെത്തി അത് പരിഹരിക്കാവുന്ന മാർഗങ്ങൾ ചെയ്യാവുന്നതാണ്. അടുത്തൊരു കാരണമാണെങ്കിൽ നമുക്ക് ഒവേറിയൻ അണ്ടാശയത്തിൽ ഉണ്ടാവുന്ന സിസ്റ്റുകളിലും കുമിളകൾ എന്ന് പറയും. ഈ രോഗാവസ്ഥയിലും ഈ വേദന അതികഠിനമായിട്ട് വരാറുണ്ട്. അതേപോലെ യൂട്രൈൻ പോളിപ്പിലും ഈ വേദനകൾ കാണാറുണ്ട്. പിന്നെ മറ്റു യൂട്രസിനോട് അനുബന്ധിച്ചുള്ള രോഗങ്ങൾ PID എന്ന് പറയും, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അഥവാ അവിടെ വരുന്ന ഇൻഫ്ലമേഷൻസ്, അണുബാധകൾ, അതുപോലെ മറ്റു ലൈംഗിക രോഗങ്ങളായ ഹെർപ്പിസ്, അങ്ങനെയുള്ള രോഗങ്ങളിലൊക്കെ ഈ വയറുവേദന കാണാറുണ്ട്. പിന്നെ വളരെ സാധാരണമായിട്ട് ടെൻഷനുള്ള കുട്ടികളിൽ ഈ വയറുവേദന അതികഠിനമായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി, ഈ വയറുവേദനയുടെ കാരണങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതിന്ന് എങ്ങനെ നമുക്ക് മോചനം നേടാമെന്ന് നമുക്ക് വീട്ടിൽ തന്നെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന 10 എഫക്റ്റീവ് വേസ് ആണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പണ്ട് മുതൽ എല്ലാവരും ചെയ്തു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഹോട്ട് ബാഗ്, ചൂടുവെള്ളം വെക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുക, ചൂടുള്ള വെള്ളം നിറച്ച ബാഗ് വയറുവേദന ഉള്ള ആ വയറിൽ കംപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് കൺട്രോൾ ആവാറുണ്ട്. ഈ രണ്ടാമതായിട്ട് നമുക്ക് ഇവർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത് റെഗുലർ ആയിട്ടുള്ള ചെറിയ വ്യായാമങ്ങൾ, ഹെവി എക്സസൈസ് അല്ല, നോർമൽ ആയിട്ടുള്ള ബ്രിസ്ക് വാക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുറത്തൊക്കെ ഒന്ന് നടക്കുമ്പോൾ നല്ല എയറൊക്കെ കൊള്ളുമ്പം ഇവിടെ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയും. ഇപ്പം നോർമൽ ഒരു പരിധി വരെ ഈ വേദനയും കൺട്രോൾ ആവുന്നതായിട്ട് കാണാറുണ്ട്. ഇനി മൂന്നാമതായിട്ട് ഈ വയറുവേദനയുള്ള കുട്ടികൾ ഒരിക്കലും ഈ സ്റ്റിമുലൻസ് ആയിട്ടുള്ള കോഫി, ആൽക്കഹോൾ ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിർത്തണം. ഇവയൊക്കെ നമ്മുടെ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ ഉൽപ്പാദനം കൂട്ടാനും അവിടെ കൂടുതലായിട്ട് വയറുവേദന കൂടുന്നതായിട്ടും കാണാറുണ്ട്. പിന്നെ നമ്മൾ എക്സസൈസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിലൂടെ നമുക്ക് ഒരുപാട് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓപ്പൺ എയറിലൊക്കെ നടക്കുമ്പോൾ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും
നമ്മളെ ബോഡിയിൽ നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടായി, അവിടെയും ഹാപ്പി ഹോർമോൺസ് ഉണ്ടായി, ഇതൊരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബോഡി നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു സാധാരണ കുട്ടികൾ വെള്ളം കുടിക്കാൻ മടിയായിരിക്കും. സ്കൂൾ പോകുന്ന ഓഫീസിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ടൈമിൽ വെള്ളം കുടിക്കില്ല, ആവശ്യത്തിന് വെള്ളം കുടിക്കില്ല, ടോയ്ലറ്റ് പോകാൻ മടിച്ചിട്ടും മറ്റും. അപ്പോൾ ഒരു കറക്റ്റായിട്ട് നമ്മൾ 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ വേദന കുറയാനായിട്ട് നമുക്ക് ഈ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കാൽഷ്യം, മെഗ്നീഷ്യം, വിറ്റാമിൻ ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഈ കുട്ടികൾ കഴിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കാൽഷ്യം, മെഗ്നീഷ്യം ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് കൂടുതലായിട്ടും നട്ട്സിലൊക്കെ നല്ല മെഗ്നീഷ്യം റിച്ച് ആണ്. അപ്പോൾ നട്ട്സൊക്കെ സ്ഥിരമായിട്ട് ഈ കുട്ടികൾ കഴിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലൊക്കെ കോമൺ ആയിട്ടുള്ള ഫുഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് പട്ട വളരെ ഒരു നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ഹോം റെമഡി ആയിട്ട് ചെയ്യാവുന്നതാണ്. പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കഴിക്കുന്നത് കൊണ്ട് ഒരു പരിധി വരെ ഈ വേദന നിയന്ത്രിക്കാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് അടുപ്പിച്ച് കുടിക്കുകയാണെങ്കിലും ഈ വേദന ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റാറുണ്ട്. പിന്നെ മറ്റൊരു ഇതാണ് നമ്മുടെ ഫുഡിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഭക്ഷണങ്ങളല്ല. അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജിഞ്ചർ ടീ വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. ജിഞ്ചർ ടീ എന്ന് പറയുമ്പോൾ ഇഞ്ചി നമ്മൾ ചതച്ചിട്ട് അതിട്ട് തിളപ്പിച്ച വെള്ളം അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ വേദനയെ നിയന്ത്രിക്കാൻ പറ്റാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ കുട്ടികൾ മധുരം കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ മധുരത്തിന്റെ അമിത ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മധുരം പോലെ തന്നെയാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ അരിയുടെ ഉപയോഗം അമിതമായിട്ടുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ ഉപയോഗം കൂട്ടുക. അരിയുടെ അളവ് കുറച്ച് പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ട് ഈ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് വേണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ പലപ്പോഴും ഇത് കുട്ടികൾക്കാണെങ്കിലും വലിയ സ്ത്രീകൾക്കാണെങ്കിലും ഇത് സാധിക്കില്ല. കാരണം അവരുടെ ഹൗസ് ഹോൾഡ് വർക്ക്സ് ഉണ്ടാവും. പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ ജോലിക്ക് പോകണം, സ്കൂൾ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്കൂൾ പോകേണ്ട ആ ഒരു സ്ട്രെസ് ഉണ്ടാവും. ആ സമയത്ത് ഒരു ഡേ ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലുപരി നമ്മൾ ആ കുട്ടിയുടെ ചുറ്റുമുള്ളവർ, ആ സ്ത്രീയുടെ ചുറ്റുമുള്ള, ഇനി ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇവരെല്ലാവരും ഈ കുട്ടിക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിന് ഒരു കാരണം കണ്ടെത്തി നമ്മൾ കറക്റ്റായിട്ടുള്ള ഹോം റെമഡീസ് ഒക്കെ ചെയ്തു, എന്നിട്ടും ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോമിയോപ്പതിയിൽ ഈ വയറുവേദന മാറാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ അവൈലബിൾ ആണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് 3 months കഴിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇനി ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്.